നമുക്കിവിടെ കാണാം ഇതിൻ്റെ എല്ലാം കലവറയിൽ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതെൻ്റെ ഈ പുറകിൽ കാണുന്നത് ഇല. നമുക്കിനി ഉള്ളിലേക്ക് പോകാം. ഇതിനകത്ത് ഇത് പറഞ്ഞാൽ ശരിക്കും പഴയടത്തിൻ്റെ ഒരു ബി നിലവറ തന്നെയാണ്. നമുക്കിതിനകത്ത് അത് കാണാം. നമുക്ക് കണ്ടോ ഈ ഒരു സ്ഥലത്ത് മുഴുവനും ഈ പച്ചക്കറികളുടെ എവിടെയൊക്കെ കിട്ടുമോ കോളിഫ്ലവർ, മാങ്ങ, നാരങ്ങ അങ്ങനെ തുടങ്ങി വെള്ളരിക്ക ഇതെല്ലാം ഇവിടെയുണ്ട്. മത്തങ്ങ ഇതെല്ലാം ഉണ്ട്. ഉരുളക്കിഴങ്ങുണ്ട്. ഇനി ഇതിനുള്ളിൽ ഇവിടെ നോക്ക് അയ്യപ്പ മുട്ടക്കോസ്, പടവലം, ഇതൊക്കെ നാടൻ പടവലമാണോ എന്ന് സംശയമുണ്ട്. നാടൻ ഏത്തക്ക, കൈതച്ചക്കയൊക്കെ. ഇപ്പം കൈതച്ചക്കയൊക്കെ ഉള്ളപ്പം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ അദ്ദേഹം ഒരുക്കാതിരിക്കത്തില്ല. നല്ല ഒന്നാന്തരം മധുരമുള്ള പച്ചടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്ലാനൊക്കെ അദ്ദേഹത്തിന് കാണും. തക്കാളിയൊക്കെ ട്രേ പോലെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. പച്ചമുളക്, അതായത് ഇത് ശരിക്കും പച്ചമുളകിൻ്റെ ഒരു കഥ അറിയാമോ വിനീഷയ്ക്ക്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. പണ്ട് ഈ പച്ചമുളകിനെ ആൾക്കാർ കഴിച്ചിട്ട് മരിച്ചുപോയ സംഭവങ്ങളുണ്ട്. അന്ന് ഭയന്നാണ് ആ മരണം സംഭവിച്ചത്. പിന്നീട് ഈ പച്ചമുളകിനെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പോഴും ചില വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പച്ചമുളക് പച്ചമുളകല്ല അതിന് ഉണക്കമുളക് തലയിലേക്ക് ചുറ്റി ഇങ്ങനെ അടുപ്പിലേക്ക് എറിയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആ ഭീതിയിൽ നിന്ന് ഉണ്ടായതാണ്. ഇപ്പോഴും ചില അന്ധവിശ്വാസങ്ങൾ ഈ പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളകുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ വഴുതന ഉൾപ്പെടെയുള്ള ഒരുപാട് ഐറ്റം, കറിവേപ്പില എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പുറത്താണ് ഈ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 10,000-കണക്കിന് ആൾക്കാർക്ക് സദ്യ ഒരുക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. വിനീഷ. ശരി രാജ്കുമാർ, അങ്ങനെ കൊല്ലം കലോത്സവത്തിനായി എല്ലാ രീതിയിലും ഒരുങ്ങിക്കഴിഞ്ഞു. കൊല്ലത്തിൻ്റെ കലോത്സവ നഗരിയിലെ കലവറയും ഒരുങ്ങിക്കഴിഞ്ഞു. രുചിയുടെ പെരിയ ഇടമായി പഴയിടം മോഹനൻ നമ്പൂതിരി പാചകം ആരംഭിച്ചിരിക്കുന്നു. രാജ്കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി വന്നത്.